യോനായുടെയും നിരുവാചനത്തിൻ്റെയും ജീവിതത്തിൽ കണ്ട, അവിടെ അനുഭവിച്ച, അവർ യാത്ര ചെയ്ത യാത്രകളിലെ അടിസ്ഥാനമാണ് പ്രത്യേകിച്ച് ഈ യാക്കോബിൻ്റെ ബോവസായിൽ ഈ പിതാവ് നമ്മളെ ഓർപ്പിച്ചത്. മ്ലേച്ഛതയുടെയും അഹങ്കാരത്തിൻ്റെയും ക്രൂരതയുടെയും തന്നിഷ്ടത്തിൻ്റെയും ജീവിതത്തിൽ ജീവിച്ച ഒരു ജനത നിനുവ. അവിടേക്ക് ദൈവത്തിൻ്റെ പ്രവാചകൻ കടന്നു എന്ന് പറയുന്നു, 40 ദിവസത്തിനുള്ളിൽ നിനുവ നശിച്ച് ചാമ്പലാകുകയാണ്. എന്നാൽ ആ സമയം മുതൽ എട്ടിലും വെണ്ണീറിലും ഇരുന്ന് രാജാവ് പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിലൂടെ ഒരു കുഞ്ഞും ഒന്നും ആസ്വദിക്കരുത്, അവൻ്റെ സാഹസം വിട്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരു രാജാവിൻ്റെ, ക്രൂരനായൊരു രാജാവ് ശാന്തനായ രാജാവായി മാറുകയാണ്. ആ രാജവിളംബരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജനം മുഴുവനും ഉപവാസത്തോടുകൂടി പ്രാർത്ഥിച്ചു, അനുതാപത്തോടുകൂടി കണ്ണുനീര് പൊഴിച്ചു. ആ സമയത്ത് സൃഷ്ടികളുടെ ഉടയവനായ ദൈവം തൻ്റെ തീരുമാനം മാറ്റുകയാണ്, അവരിൽ പ്രീതിപ്പെടുകയാണ്.